കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. വോട്ടർ പട്ടികയിലെ വിവിധ ക്രമക്കേടുകൾ സംബന്ധിച്ച് ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. പ്രതിനിധി സംഘം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജന വിജ്ഞാപനവും വോട്ടർ പട്ടികയും തമ്മിൽ വളരെയേറെ പൊരുത്തക്കേടുകളുണ്ടെന്നും ബി.ജെ.പി. പരാതിപ്പെടുന്നു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അശാസ്ത്രീയമായ വാർഡ് വിഭജനം കാരണം നിരവധി പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെന്നാണ് ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സംഘം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. കഴിഞ്ഞ മാസം 23-ന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിലും ധാരാളം ക്രമക്കേടുകൾ സംഭവിച്ചിരിക്കുന്നുവെന്നും ഇവ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു. ഈ വോട്ടേഴ്സ് ലിസ്റ്റുകളെല്ലാം വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം പരിശോധന നടത്തിയത്. വളരെ ശാസ്ത്രീയമായ പരിശോധന തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് ഒരേ വോട്ടർ ID ആ നമ്പറിൽ തന്നെ നിരവധി വോട്ടർമാർക്ക് വോട്ട് കിട്ടത്തക്ക വിധത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. അതായത് ഒരേ വോട്ടർ ID നമ്പർ, പക്ഷേ പല പേരുകാരാണ്, പലയിടത്ത് ആണ് അവരുടെ വോട്ട്. ഇതുപോലെ തന്നെ ഒരേ വോട്ടർ IDയിലുള്ള പേര്, ഒരേ പേരുകാരൻ, ആ പേരിൽ തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്നു. ഇത് രണ്ടും വ്യാപകമായിട്ടുണ്ടായിരിക്കുന്നു. അത് എണ്ണം എത്രത്തോളം എന്ന് തിട്ടപ്പെടുത്തി അത് അതിൻ്റെ പെൻഡ്രൈവ് സഹിതം കൊടുത്തിട്ടുണ്ട്. തലസ്ഥാനത്തടക്കം നിരവധി വോട്ടർമാർക്ക് ഒന്നിൽ കൂടുതൽ വോട്ടുകൾ ഉള്ളതായും ഇവ മൂലം വോട്ടർക്ക് കൃത്രിമം കാണിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് ഫലം തന്നെ അട്ടിമറിക്കുന്നതിനും ഇടയാകുമെന്നും പരാതിയിൽ പറയുന്നു. വോട്ടർമാരുടെ പേര്, വാർഡ് ഭാഗം, ക്രമനമ്പർ എന്നിവ പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട്. വോട്ടർമാരുടെ ഇരട്ടിപ്പ് ഒഴിവാക്കണം. നിരവധി വോട്ടർമാർ ഒരേ ഐഡന്റിറ്റി നമ്പറുകൾ ഉപയോഗിക്കുന്നതും വിശദമായി അന്വേഷിക്കണമെന്നും പരാതിയിലുണ്ട്. ഒരേ വ്യക്തി ഒരു ID കാർഡ് ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിൽ വോട്ടർമാരായി ഉൾപ്പെട്ടിട്ടുണ്ടെന്നതടക്കം ക്രമക്കേടുകൾ ജനം TV വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി.ജെ.പി. പരാതിയുമായി സമീപിക്കുന്നത്. ജനം, തിരുവനന്തപുരം.